ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സിയേട്ട് മാർച്ച് ഹൈപ്പോത്തസിസ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Siet March hypothesis. The Siet March hypothesis comes from the work of Richard M. Siet and James G. March. ഇവരുടെ വർക്കിൽ നിന്നാണ് ഈ ഹൈപ്പോത്തസിസ് ഉണ്ടാകുന്നത്. Who developed the behavioral theory of the firm? ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ഇവരാണ്. ബിഹേവിയറൽ തിയറി ഓഫ് ദ ഫേം ഡെവലപ്പ് ചെയ്തത് ഇവരാണ്. ഇൻ ദെയർ 1963 ബുക്ക് 1963 ഇവർ എഴുതിയ ഈ ബുക്കിലാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെയർ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡിങ് ഫേംസ് ഡിഫേഴ്സ് ഫ്രം ക്ലാസിക്കൽ എക്കണോമിക്സ് തിയറീസ്. ഇവരുടെ തിയറി മനസ്സിലാക്കുന്നത് ഫേംസ് ക്ലാസിക്കൽ എക്കണോമിക് തിയറിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നതാണ് വിച്ച് യൂഷ്വലി അസ്യൂം ഫേംസ് മാക്സിമൈസ് പ്രോഫിറ്റ്സ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. അതായത് ഫേംസ് അവർ പെർഫെക്റ്റ് ഇൻഫർമേഷൻ കണ്ടീഷനിൽ നിന്നും ഫേംസ് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. ഇതാണ് ക്ലാസിക്കൽ തിയറീസ് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. Siet and March argued that firms are complex organizations. ഫേംസ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, വളരെ സങ്കീർണമായ ഓർഗനൈസേഷൻസ് ആണ് ഇവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാരക്ടറൈസ്ഡ് ബൈ ഒന്നാമത്തത് ബൗണ്ടഡ് റാഷണാലിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സ് ഡു നോട്ട് ഹാവ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. മാനേജേഴ്സിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഓർ ദ എബിലിറ്റി ടു മേക്ക് ഓപ്റ്റിമൽ ഡിസിഷൻസ്, മതിയായിട്ടുള്ള ഫേംസിൻ്റെ ഓപ്റ്റിമലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഇൻഫർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എബിലിറ്റി മാനേജേഴ്സിന് ഇല്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു കോഗ്നിറ്റീവ് ആൻഡ് ഇൻഫർമേഷണൽ ലിമിറ്റേഷൻസ്. അവരുടെ ആ ഒരു ബോധമണ്ഡലം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷനായിട്ടുള്ള ലിമിറ്റേഷൻ, അതിൻ്റെ പരിധി കൊണ്ട് ഇവർക്ക് ഫുൾ ഇൻഫർമേഷൻ ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ട് അതാണ് ഈ കാരണം എന്ന് പറയുന്നത്. അപ്പം അതിന് പകരം ഇവരെടുക്കുന്ന ഡിസിഷൻ എങ്ങനെയുള്ളതായിരിക്കും? ഇൻസ്റ്റെഡ് ദേ മേക്ക് സാറ്റിസ്ഫാക്ടറി ഡിസിഷൻ. സാറ്റിസ്ഫാക്ടറി ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത്. ഇതിനെ ഇവർ വിളിക്കുന്നത് സാറ്റിസ്ഫൈസിങ് എന്നാണ്. ടേംഡ് സാറ്റിസ്ഫൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ആർ ഗുഡ് ഇനഫ് റാദർ ദാൻ ഓപ്റ്റിമൽ. അത് നല്ലതായിരിക്കും, അത് ഓപ്റ്റിമൽ ആയിരിക്കത്തില്ല, എന്നാൽ വളരെ മോശമില്ലാത്ത ഡിസിഷൻ എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്, ഇവർ പേര് കൊടുത്തിരിക്കുന്നത്. അടുത്ത് പറയുന്നത് മൾട്ടിപ്പിൾ ഗോൾസ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഫേംസ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഈ ഫേംസിൽ പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും, അവർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഉണ്ടായിരിക്കും. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉദാഹരണത്തിന് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന മാനേജേഴ്സ്, വർക്കേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഓക്കെ, ഈച്ച് വിത്ത് ഡിഫറൻറ്റ് സംടൈംസ് കോൺഫ്ലിക്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ആളുടെ ലക്ഷ്യവും മറ്റേ ആളുടെ ലക്ഷ്യമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന, അതിന് ചില ഒത്തുപോകാത്ത ചില ലക്ഷ്യങ്ങളായിരിക്കും ഇവർക്കുള്ളത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ഒബ്ജക്റ്റീവ് ലൈക്ക് അത് സാധാരണ സിംഗിൾ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഫേംസ് ബാലൻസ് മൾട്ടിപ്പിൾ ഗോൾസ്, പിന്നെ ഇൻട്രൊഡ്യൂസിങ് ഗ്രോത്ത്, മാർക്കറ്റ് ഷെയർ ആൻഡ് സ്റ്റെബിലിറ്റി. ഇങ്ങനെയുള്ള കോമൺ ഗോൾസ് അല്ലാതെ ഇവർക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, എന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാത്ത ഡിസിഷൻസ് ആയിരിക്കും ഇവർക്കുള്ളത്. അടുത്ത പ്രത്യേകത വെച്ചാൽ കോലീഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇവരുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. എ ഫേം ഈസ് വ്യൂഡ് ആസ് എ കോലീഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു കൂട്ടം ഇൻഡിവിജ്വൽസ് ചേർന്നാണ് ഒരു ഫേം എന്ന് പറയുന്നത്. ആൻഡ് ഗ്രൂപ്പ്സ് ഹൂ നെഗോഷിയേറ്റ് ആൻഡ് റീച്ച് കോംപ്രമൈസസ്. അത് അവർ കൂടിയാലോചിച്ച് എന്ത് ചെയ്യുന്നു, ഒരു കോംപ്രമൈസിലെത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. ഇപ്പം ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ്. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് എന്താണ് പറയുന്നത്? റിസോൾവിങ് കോൺഫ്ലിക്ട്സ്, ആ തർക്കങ്ങളെല്ലാം പരിഹരിക്കുക, ആൻഡ് ഫോമിങ് കോളീഷൻ, അതായത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, റാദർ ദാൻ പെർസ്യൂയിങ് എ യൂണിഫൈഡ് ഗോൾ. ഒരു യൂണിഫൈഡ് ഗോൾ പെർസ്യൂ ചെയ്യുന്നതിന് പകരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, ഒരു കോൺഫ്ലിക്റ്റ് എല്ലാം പരിഹരിക്കുക. ഇതാണ് ആ ഒരു, അതായത് അല്ലെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഓർഗനൈസേഷണൽ റുട്ടീൻസ് ആണ്. അതായത് ഡിസിഷൻസ് ആർ ഷേപ്ഡ് ബൈ പാസ്റ്റ് ബിഹേവിയേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് റുട്ടീൻസ്. ഓരോ ഫേമിനും ഒരു റുട്ടീൻ ഉണ്ടാവും. ആ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റുട്ടീനും അവരുടെ ഒരു ബിഹേവിയറും അനുസരിച്ചാണ് ഡിസിഷൻസ് രൂപാന്തരം പ്രാപിച്ച് വരുന്നത്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് കോൺസ്റ്റൻ്റ്ലി അനലൈസിങ് ആൻഡ് ഓപ്റ്റിമൈസിങ്, അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്റ്റിമൈസ് ചെയ്ത്, ഇതിന് പകരം ഫേംസ് അതായത് ഫേം കൂടുതൽ ആശ്രയിക്കുന്ന എന്തിനാണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഡെവലപ്ഡ് ഓവർ ടൈം. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഫേമിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതായത് കാലാന്തരത്തിൽ അത് രൂപാന്തരം പ്രാപിച്ചു വന്നിട്ടുള്ള അവരുടെ ആ ഒരു റുട്ടീൻ അനുസരിച്ച് രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ള ആ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലാണ് ഇവർ റിലൈ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് അൺസർട്ടനിറ്റി, ആ അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനും, ആൻഡ് സേവ് ഓൺ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ്, ആ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനും ഇവരിതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് സീക്വൻഷ്യൽ അറ്റൻഷൻ ടു ഗോൾസ് ആണ്. അതായത് തുടർച്ചയായിട്ടുള്ള ഇവരുടെ ആ ഗോൾസിലുള്ള ഒരു അറ്റൻഷൻ. അതായത് ഫേംസ് അഡ്രസ് ഡിഫറൻറ്റ് ഗോൾസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അതായത് പല സമയങ്ങളിലും പല ഗോൾസിലാണ് ഇവർ അറ്റൻഡ് ചെയ്യുന്നത്, അതായത് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫോക്കസിങ് ഓൺ ദ മോസ്റ്റ് പ്രസ്സിങ് ഇഷ്യൂസ് ഫസ്റ്റ്. ഏറ്റവും കൂടുതൽ ആവശ്യമായ ഇഷ്യൂ ഏതാണോ പരിഹരിക്കേണ്ട ഇഷ്യൂ ഏതാണോ അതിലവർ
ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യും. ദേ സ്വിച്ച് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് അതായത് പ്രോഫിറ്റബിലിറ്റി, ചിലപ്പോൾ അത് മാറി മാർക്കറ്റ് ഷെയറിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്, പിന്നെ അത് മാറിയിട്ട് ഓർ കോസ്റ്റ് കൺട്രോൾ അല്ലായിരിക്കും പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഈസ് മോസ്റ്റ് അർജൻറ്റ് ഓർ റിലവൻറ്റ് അറ്റ് ദ ടൈം. ആ സമയത്ത് ഏറ്റവും അർജൻറ്റ് ഏതാണോ അതിലായിരിക്കും ഇവരുടെ ഫോക്കസ് മാറി മാറി വരുന്നത്. ഓവറോൾ ദ സിയർട്ട് മാർച്ച് ഹൈപ്പോത്തസിസ് emphasizes the real world complexities of decision making within firms. അതായത് ഈ ഹൈപ്പോത്തസിസ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് റിയൽ വേൾഡിലുള്ള ഫേംസിനകത്തുള്ള റിയൽ വേൾഡിലുള്ള ഡിസിഷൻ മേക്കിംഗ് കോംപ്ലക്സിറ്റീസ് ഇല്ലേ, അതായത് റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തത് പറയുന്നതാണ്. അപ്പം ഫേംസിനുള്ളിൽ ചില ഡിസിഷൻ മേക്കിങ്ങിന് ചില കോംപ്ലക്സിറ്റീസ് കാണും. ഇതിലാണ് അത് റിയൽ വേൾഡിൽ ഇതിലാണ് ഇവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. വേർ ഗോൾസ് ആർ അംബിഗസ്, വ്യക്തമല്ലാത്ത ഗോൾസ് ഫേംസിനോട് ചിലപ്പോൾ ഉണ്ടാവും. റിസോഴ്സസ് ആർ ലിമിറ്റഡ്, അത് ലിമിറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആണ് ഈ ഡിസിഷൻ മേക്കിംഗ് അതിന് സ്വാധീനം ചെലുത്തുന്നത്. ആൻഡ് പാസ്റ്റ് ബിഹേവിയർ, ഇതൊക്കെയാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങൾ. പാസ്റ്റ് ബിഹേവിയറും ഇൻറ്റേർണൽ പൊളിറ്റിക്സും. നോട്ട് പ്യൂർലി ബൈ മാർക്കറ്റ് ഫോഴ്സ്, അതായത് മാർക്കറ്റ് ഫോഴ്സായ ഡിമാൻഡ് സപ്ലൈ ആയിരിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഫേംസിൻ്റെ ഡിസിഷൻസിന് സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.